ഇത്രയും ലോ ക്വാളിറ്റി ഫീൽ ചെയ്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത് അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ലോ ക്വാളിറ്റി സാധനമാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും ഒക്കെ ഒബയോസിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഹൈ എൻഡ് സാധനമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ പേജിൽ നിന്ന് എനിക്കും ഇങ്ങനെ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് പല പ്രോഡക്റ്റും കാണുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഇതാണോ പ്രീമിയം ക്വാളിറ്റി. കാരണം പലതും മറ്റേ ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെയാണ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ പേജിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ വേറെ പേജുകളിൽ കാണാറുണ്ട്, ഫ്ലിപ്കാർട്ടില് പിന്നെ മീഷോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഈ മീഷോയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി എന്നുള്ള രീതിയിലാണല്ലോ മിക്കവാറും ഒക്കെ വരാറുള്ളത്. സോ അതിന് നമുക്ക് ഒരു അഷുറൻസ് എന്തായാലും പറയാൻ പറ്റില്ല. ഇവരിപ്പോ ഈ ഓബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു പ്രൈസ് ഒരു ഇളക്കത്താലി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണല്ലോ ഈ ഇളക്കത്താലി എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഇളക്കത്താലി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ്. ഇതേപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണോ അല്ലാത്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന്. വേറെ 316 രൂപ എനിക്ക് അതിനായുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇളക്കത്താലി ഇത്രയും റേറ്റ് കുറവിനോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്കകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പിന്നെ എന്റെ ഗോൾഡ് ചെയിന്റെ കൂടെ വെച്ചിട്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പുതിയൊരു ഗോൾഡ് എന്തെങ്കിലും ഓർണമെന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് ആ സാധനം വരുന്നത്. അത് കണ്ട ഗോൾഡ് പ്ലേറ്റഡ് എന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടതിന് ശേഷം ഞാൻ അതൊന്നും ചുരണ്ടി നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ അത് ഇളകിയൊന്നും വരുന്നില്ല. ഇങ്ങനെ എന്തോ ഒരു കട്ടിയുള്ള സാധനം അതിന്റെ പുറത്തുള്ള പോലെ എനിക്ക് തോന്നി, ഒരു ലെയർ. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആണെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. ഒരു സ്ഥലത്ത് വില കൂടുതലാണെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ 1ഉം 2ഉം കടയിൽ പോയിട്ട് അന്വേഷിക്കുക, എന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. 1999 റുപ്യേൻ്റെ സാധനത്തിന് തൊട്ടിപ്പുറത്തെ കടയിൽ 350 രൂപ, 300 സംതിങ്. അപ്പോൾ ഈ കൊള്ളയടിച്ചിട്ട് ഇതെങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ടായിരിക്കില്ല ഈ 65 ലക്ഷം റുപ്യ പോയ സമയത്ത് പോലും അവനൊരു ചൂടില്ലാണ്ട് നടക്കുന്നത്. ഒബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അവർക്കൊക്കെ ലക്ഷങ്ങൾ വേണം. ഞാൻ 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെയാവുന്ന 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യനെ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ച് അല്ലേ? 65 ലക്ഷം രൂപ മറ്റൊരു പോയൊരു പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് 5000 രൂപ പോയി അറിയോ? 65 ലക്ഷം രൂപ പോയാൽ അറിയോ? അറിയില്ലടി, ഞാനറിയും. അപ്പൊ നമ്മളൊക്കെ അറിയും, അപ്പുറത്തെ ഒരു മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് കളഞ്ഞേക്കണം. എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ വേറെ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജിൽ ഫോട്ടോസും ആ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടും എന്നുള്ളൊരു. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കണ്ണാടി കൺസ സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്നെ കൊണ്ടൊക്കെ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതും ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും കുറച്ച് ചിലപ്പോ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, വേറെ നല്ലത് കാണുന്നു വിചാരിച്ചു. അങ്ങനെ വേറെ ചോദിച്ചപ്പോ എടുത്തു തരാൻ വയ്യ, അത് മെയിൻ കാര്യം. പിന്നെ എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് കണ്ടത് മൊത്തവും ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ ഇത് തോന്നും. അന്നങ്ങനെയായിരുന്നു. പലിശക്കാർ പോലും ഇത്രക്കാർ പൈസ വാങ്ങില്ല. ഡബിളിൻ്റെ വില. ഇതെന്താണ് അഴിമതി?